അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പി. ആരംഭിച്ചതായി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഊർജം നൽകുന്നു. ജനം NDAയ്ക്ക് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ BJP കാഴ്ചവെച്ചത്. നമ്മളിപ്പോൾ ഉള്ളത് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലാണ്. ഇവിടെയും BJP ഭരണം പിടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലാണ് ഒരു വലിയ മുന്നേറ്റം എല്ലായിടങ്ങളിലും നടത്താൻ പറ്റി. കേരളത്തിൽ എല്ലായിടത്തും നടന്നു, അതുപോലെ തന്നെ പൂഞ്ഞാറിലും അല്ലേ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ BJPക്ക് 15.65% വോട്ട് വർധനയുണ്ടായി. അതാണ് നമ്മൾ കാണുന്നതിൽ ഏറ്റവും വലിയ. ഇപ്പോൾ ഈ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ഭരണം നമ്മൾ പിടിച്ചു. പക്ഷെ അതിനൊപ്പം പൂഞ്ഞാർ പഞ്ചായത്തിൽ നമുക്ക് 4 സീറ്റായിട്ട് മുഖ്യ പ്രതിപക്ഷമായിട്ട് നമ്മൾ മാറി. അപ്പോൾ എല്ലാം കൂടെ 50-60 വോട്ടിനാണ് 4 സീറ്റ് പോയത് മൊത്തത്തിൽ. അതുപോലെ തെടനാട് ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ കക്ഷി നമ്മൾ തന്നെയാണ്. അപ്പോൾ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ്. അവിടെ 5 മെമ്പർമാർ നമുക്കുണ്ട്. തീക്കോയി പഞ്ചായത്തിൽ അത് നമ്മൾ അക്കൗണ്ട് തുറന്നു. പിരാറ്റുപേട്ട ബ്ലോക്ക് പരിധിയിൽ വലിയ മുന്നേറ്റമാണ് നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത്. വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. ജനം ഒരു തൊട്ടുകൂടായ്മയുണ്ട് എന്ന് വലിയ പ്രചരണമായിരുന്നു BJPക്കെതിരെ. അതിന് മാറ്റിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇനി 2-3 മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ പ്രവർത്തനത്തിന് വലിയ ഊർജവും കരുത്തും നൽകുന്ന ഒരു ജനവിധി തന്നെയല്ലേ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓണായി. ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും ജനം നൽകുന്ന ഒരു അംഗീകാരം, ജനത്തിന്റെ മനസ്സെന്താണ് എന്നുള്ളതാണല്ലോ പൊതുപ്രവർത്തകരായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്നത്. പൂഞ്ഞാറിൽ ഞങ്ങൾക്ക് അത് ലഭിച്ചു. അതാണ് സന്തോഷം. തീർച്ചയായും എന്തായാലും മുന്നോട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വലിയ ഊർജം നൽകുന്ന ഒരു ജനവിധിയാണ്. അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ ജനവിധിക്ക് അനുകൂലമായ രീതിയിലേക്ക് ആ ജനങ്ങൾ അർപ്പിച്ച ഒരു വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ആകുമെന്നുള്ള പ്രതീക്ഷയാണ് ഷോൺ ജോർജ് മുന്നോട്ട് വെക്കുന്നത്.